കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വൈശാഖോത്സവത്തിനാവശ്യമായ വിളക്കത്തിരി സംഘം പുറപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്ത് ചന്ദ്രശേഖർ തെരുവ്, അതായത് പുറക്കളം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രം. പരമശിവനും മഹാഗണപതിയാണ് പ്രധാന പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാത്ത തുറന്ന മേൽക്കൂരയുള്ള സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ശാലിയ സമുദായത്തിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണിത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രക്കുഴ നാൾ മുതൽ വ്രതമെടുത്ത് സംഘം വൈശാഖോത്സവത്തിനാവശ്യമായ വിളക്കത്തിരി, തലപ്പാവ്, കിള്ളിശില, ഉത്തരീയം തുടങ്ങിയവ നെയ്തെടുത്ത് തയ്യാറാക്കുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കോമരത്തന്മാരുടെ നിർമാല്യം കഴിഞ്ഞതിന് ശേഷമാണ് സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണവും കഴിച്ച് സംഘം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കാൽനടയായി യാത്ര ചെയ്തിരിക്കുന്നത്. പ്രക്കുഴ മുതൽ വ്രതമെടുത്താണ് സംഘം വൈശാഖോത്സവത്തിനാവശ്യമായ വിളക്കത്തിരി, തലപ്പാവ്, കിള്ളിശീല, ഉത്തരീയം തുടങ്ങിയവ നെയ്തെടുത്ത് തയ്യാറാക്കുന്നു. അതാണ് നമ്മുടെ മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിന് മുന്നിൽ നിലവിളക്കി കൊളുത്തി ഭക്തി ആദരവോടുകൂടി വച്ചിരിക്കുന്നത് കാണാം. ഭക്തജനങ്ങൾ ഇതിനു മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും കാണിക്ക സമർപ്പിക്കുകയും പ്രസാദം വാങ്ങുന്നതായി കാണാം. സ്ഥാനമൊഴിഞ്ഞ മുൻകാലത്തെ മണിയൻ ചെട്ടിയാൻ സ്ഥാനികനാണിത്. 60 വർഷം തുടർച്ചയായി ഈ ഒരു കർമ്മം ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്ത വ്യക്തി. കൂടാതെ ഇപ്പോൾ 90 വയസ്സായി
ഇതിന് മുടങ്ങാതെ ഈ ക്ഷേത്രത്തിലെത്തി ഈ കർമ്മത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണം രാത്രി കഴിച്ച് അതിനുശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകിയതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും വിളക്കത്തിരി സംഘം കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ഈ ചടങ്ങ് കാണാനെത്തിയ ഭക്തജനങ്ങൾക്ക് മുഴുവനും രാത്രിയിൽ ഭക്ഷണം വിളമ്പിയതിന് ശേഷം മാത്രമേ ഇവർ ഇവിടെ നിന്ന് യാത്ര തിരിക്കത്തുള്ളൂ. നിരവധി ഭക്തജനങ്ങളാണ് ഈ ഒരു പ്രസാദ സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട പ്രസാദ സദ്യയാണ്. നെയ്യമൃത് സംഘം എങ്ങനെ തയ്യാറാക്കുന്നോ അതേ രീതിയിൽ തന്നെയുള്ള ഭക്ഷണമാണ് ഇവരും രാത്രിയിൽ തയ്യാറാക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതും ഈ വിളക്കത്തിരി സംഘം തന്നെയാണ്. ഭഗവത് സന്നിധിയിലേക്ക് വളരെ ഭക്തിയാദരപൂർവ്വം നിർവഹിക്കുന്ന ഒരു ചടങ്ങായതിനാൽ വിളക്കത്തിരി സംഘത്തിലെ ആരെങ്കിലും വ്രതം അശുദ്ധമായെങ്കിൽ അവരെ കലശവെള്ളം തലയിലൊഴിച്ച് വ്രതശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ ഈ കർമ്മം നിർവഹിക്കാൻ പാടുള്ളൂ എന്നതാണ് നിശ്ചയം. നമ്മളീ കാണുന്നത് ഇവരെ കലശവെള്ളം കൊണ്ട് വ്രതശുദ്ധി വരുത്തുന്നതാണ്. അതിനുശേഷം കുളിച്ച് വന്ന് വസ്ത്രം മാറി ഓങ്കാര ശബ്ദത്തോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂരിലേക്ക് വൈശാഖോത്സവത്തിന് ആവശ്യമായ വിളക്കുത്തിരികൾ പാരമ്പര്യമായി വർഷം തോറും കൊണ്ടുപോകുന്നത് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ എന്ന സ്ഥാനപ്പേരിൽ നടന്നു പോരുന്നു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വിളക്കുത്തിരികൾ എത്തുന്നതോടുകൂടി വൈശാഖോത്സവത്തിന് ആരംഭം കുറിക്കുന്നു. പ്രക്കുഴം മുതൽ വ്രതശുദ്ധിയോടുകൂടി കഴിയുന്ന ഇവർ 9 ദിവസം മുന്നേ മഠത്തിൽ പ്രവേശിച്ച് തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്നു. അതിനുശേഷം കാൽനടയായി ഏകദേശം 60 കിലോമീറ്റർ ദൂരെയുള്ള ഇക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ എത്തിച്ചേരുകയും അവിടെ ഇത് സമർപ്പിക്കുകയും ചെയ്യുന്നു. പാരമ്പര്യമായി കിട്ടിയ ഈ ഒരു കർമ്മം തുടർച്ചയായി വർഷങ്ങളോളമായി ചെയ്തു പോരുന്നു. ക്ഷേത്രം ഊരാളന്മാർക്കും സ്ഥാനികർക്കും വെറ്റില വെച്ച് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് സംഘം ക്ഷേത്രത്തിൽ നിന്നും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് തിരിക്കുന്നത്. രാത്രി 11 മണിക്കാണ് സംഘം ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നത്.
കൊട്ടിയൂർ വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് പടിഞ്ഞാറ് ഓലമേഞ്ഞ ഷെഡാണ് വിളക്കത്തിരി മഠം. 9 ദിവസം കഠിന വ്രതമെടുത്ത് വിളക്കത്തിരി സംഘം ഇവിടെ വെച്ചാണ് വൈശാഖോത്സവത്തിന് ആവശ്യമായ വിളക്കത്തിരിയും ഉത്തരീയവും തലപ്പാവും കിള്ളിശീലയും മുതലായ നെയ്തെടുത്തത്. സംഘം പുലർച്ചെ 3 മണിയോടുകൂടി എടയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും പിറ്റേന്ന് രാവിലെ 10 മണിയോടുകൂടി പേരാവൂർ തെരു മഹാഗണപതി ക്ഷേത്രത്തിലും എത്തിച്ചേരുന്നു. അവിടെ നിന്ന് വൈകിട്ട് 7 മണിയോടുകൂടി മണത്തണ ഗോപുരത്തിലെത്തിയും പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് 7 മണിയാകുമ്പോഴത്തേക്കും ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വിളക്കത്തിരി സംഘം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അടിയന്തര യോഗത്തിന് മുൻപിൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്തി സ്ഥാനികർക്ക് കൈമാറുന്നു. വിളക്കത്തിരി സംഘം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അതിനുശേഷം മാത്രമേ അടുത്ത ചടങ്ങായ നീരെഴുന്നള്ളത്തിനുള്ള തുടക്കം കുറിക്കുകയുള്ളൂ. സ്ഥാനികം പ്രേമരാജൻ കാക്കൂളം മുതൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. പൂയം അതുപോലെ തന്നെ നമ്മൾ 13-ാം തീയതിയാണ് മടക്കി പോരുന്നത്. 13-ാം തീയതി 9 ദിവസം അവിടെ വ്രതം എടുത്തിട്ട് ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇവിടത്തേക്ക് പെട്ടെന്ന് ആവശ്യമായ ഉത്തിരിയും അതുപോലെയുള്ള വിളക്കത്തിരികളെ നീതി ചർക്കയിൽ ഞാൻ നൂല് കിട്ടി പക്കത്തിൽ നെയ്തുണ്ടാക്കിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കാൽനടയായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 60 കിലോമീറ്ററോളം നമ്മൾ കാൽനടയായിട്ടാണ് എത്തിയത്. നമ്മളിന്ന് രാത്രി 21-ാം തീയതി രാത്രി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ആടെയുള്ള വീട്ടാളന്മാർക്കെല്ലാം കാൻഡസെല്ലാം വാങ്ങി അങ്ങനെ ഓങ്കാരം വിളിച്ച് നമ്മൾ എടയാർ അമ്പലത്തിലാണ് നമ്മൾ എത്തിയത്. എടയാർ അമ്പലത്തിലെത്തുമ്പോൾ ഒരു 3 മണിയായിരുന്നു. അവിടുന്ന് രാവിലെ പ്രാതല് കഴിച്ച് നേരെ വന്നത് പേരാവൂർ ഗണപതി ക്ഷേത്രത്തിൽ അവിടെ എത്തി. അവിടുന്ന് നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് വൈകുന്നേരം ഒരു 5 മണിയായാലും അവിടുന്ന് വിട്ട് നേരെ മണത്തണ ഗോപുരത്തിലാണ് കോട താമസം. അവിടുന്ന് രാവിലെ ഒരു 4 മണിയായാലും അവിടുന്ന് വിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഈ ക്ഷേത്രത്തിലൂടെ എത്തി. ഇനിയിപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സാധാരണഗതിയിൽ നീലവെള്ളത്തിൽ പോകും. ഇത് കാണണം. ഇത് നമ്മൾ വിശ്വസ്ഥാനമുണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടാണ് നീലവെള്ളത്തിൽ പോവുക. നീലവെള്ളത്തിൽ പോയി കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് നാളെ രാവിലെ അടിയന്തര യോഗം വിളിച്ച് ചേർത്ത് ഇത് നമ്മൾ മണിയൻ ചെട്ടിയുടെ സ്ഥാനിങ്ങിനെ എന്നിട്ട് ഇതിൽ വിളിക്കുകയ്യ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എവിടെയാണ് വിളിക്കുക. അപ്പോൾ എന്നിട്ട് അവരവിടുന്ന് നമ്മൾ ഈ സാധനം അവരെ ഒപ്പിക്കുകയും ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കാൻ പറ്റും. ഹാൻഡ് ഓവർ ചെയ്യാൻ പിന്നെ ഒരാളുണ്ടാവും, സമുദായം ഉണ്ടാവും, ഒരാൾ സമുദായം കണക്കപ്പള്ളി ഉണ്ട്, അവരുണ്ടാവും. സ്ഥാനിക്കുന്ന അവരുണ്ട്, അവരുടെ മുമ്പിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഈ സ്ഥലം നമുക്ക് പോകുന്നവരുള്ള അധികാര സ്ഥലമാണ്. ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ പടിഞ്ഞാറ് മൂല അല്ലേ ഈ സ്ഥാനം. ഇവിടെയാണ് നിങ്ങൾ കൊണ്ടുവന്ന വിളക്കത്തിരി. ഏകദേശം 21 തലപ്പാവ് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തറിയിൽ നെയ്തെടുത്ത വൈശാഖോത്സവത്തിനാവശ്യമായ വസ്തുക്കൾ 60 കിലോമീറ്റർ കാൽനടയായി ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന് സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണാമം നമസ്കരിച്ച് നിർവൃതി അണയുന്ന ആ ഒരു അപൂർവ കാഴ്ച വിളക്കത്തിരി സംഘത്തിൻ്റെ വിളക്കത്തിരി സമർപ്പണം. വികാരപരവും ഭക്തിനിർഭരവുമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്.